മരുഭൂമിയിൽ കിടന്നുറങ്ങി. തിരുവചനത്തിൽ പറഞ്ഞിങ്ങനെയാണ്, മരുഭൂമിയിൽ ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്ത് നീ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ നിന്നെ ചുറ്റി പരിപാലിച്ചു. ഹല്ലേലൂയ. ഞാൻ നിന്നെ നടത്തി. ദൈവത്തെ സ്തോത്രം. എങ്ങോട്ട് നടത്തി? അനുഗ്രഹത്തിലേക്ക് നടത്തി. യാക്കോബ് ഒരു വടി മാത്രം കൊണ്ട് യോർദാൻ കടന്ന കാര്യം ഓർത്തുകൊണ്ട് പറയുകയാണ്, എന്നാൽ ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം യാക്കോബിനെ വർദ്ധിപ്പിച്ചു. ദൈവം വർദ്ധിപ്പിച്ചാൽ ആമേൻ, പ്രൈസ് ഗോഡ്, നിന്നെ അനേക കൂട്ടങ്ങളാക്കി മാറ്റാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 26:12. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. ഇസ്ഹാക്ക് മഹാധനവാനായി തീർന്നു. എങ്ങനെ ധനവാനായി തീർന്നു? യഹോവ അവനെ അനുഗ്രഹിച്ചു. ഇന്ന് രാത്രി അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിൻ്റെ പ്രസാദവും ദൈവത്തിൻ്റെ അനുഗ്രഹവും മാത്രം മതി നമുക്ക്. ദൈവം അനുഗ്രഹിച്ചാൽ അതിന് തൊട്ട് പുറകിൽ സംഭവിക്കുന്നതെന്നറിയാമോ? യഹോവ അവനെ അനുഗ്രഹിച്ചു. അടുത്തത് യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ദൈവം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വർധനയുണ്ടായി. ഇന്ന് രാത്രി നമുക്ക് വേണ്ടത് അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ പ്രസാദം, അതിൽ കൂടെ വരുന്ന വർധന. ഇവിടെ വച്ചാൽ എവിടെയാണ് നമ്മുടെ ജീവിതം മുരടിച്ചു പോയത്? വർധനയില്ലാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ മുരടിച്ച അനുഭവം എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് ഒട്ടും പ്രോഗ്രസ് ഇല്ല. ഒരു വിധത്തിലും അങ്ങോട്ട് പ്രോഗ്രസ് ഇല്ല. എപ്പോൾ തുടങ്ങി, എവിടെ തുടങ്ങി, പുറകോട്ട് നോക്കണം. എൻ്റെ ജീവിതത്തിൽ ഈ ദൈവത്തെ സേവിക്കേണ്ടതുപോലെ സേവിക്കുന്നതിന് തടസ്സമായി എന്തെങ്കിലും വിഷയം വന്നതിന് ശേഷമാണോ പ്രോഗ്രസ് സ്റ്റോപ്പായത്? ശ്രദ്ധിക്കണം. പുറകോട്ട് തിരിഞ്ഞ് കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും വെട്ടിയെടുത്ത പാറയിലേക്കും നോക്കുക എന്ന് പറയുമ്പോൾ ലുക്ക് ടു ദ പാസ്റ്റ്. ഞാൻ വിശ്വാസത്തിൽ നിൽക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ വഴികൾ അടയാൻ തുടങ്ങിയത് എപ്പോഴാണ്, എന്തുകൊണ്ട് പരിശോധിക്കണം. എന്നിട്ട് എന്തിനെന്നറിയാമോ? ആ വഴികൾ അടയാൻ ഉണ്ടായ കാരണങ്ങൾ കണ്ടുപിടിച്ച് പരിഹാരം വരുത്തണം. പക്ഷെ പലപ്പോഴും നമുക്കൊരു കുഴപ്പമുണ്ട്, നമുക്ക് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിനെന്തിനെന്നറിയാമോ? അതിനാണ് 2 ദിവസവും 3 ദിവസവും ഉപവാസം ഇരിക്കേണ്ടത്. ഉപവാസം ഇരുന്ന് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഞാനിങ്ങനെ കഷ്ടപ്പെടാൻ എന്നാ കാരണം? ഞാനിങ്ങനെ വേദനിക്കാൻ എന്നാ കാരണം? എനിക്ക് ഈ നഷ്ടം വരാൻ എന്താ കാരണം? ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ദൈവസന്നിധി ചോദിച്ചാൽ നിനക്ക് മറുപടി കിട്ടിയിരിക്കും. ഞാനൊരു അനുഭവം പറയാം. പ്രൈസ് ഗോഡ്. നമ്മുടെ ജേക്കുട്ടി ചായൻ്റെ, നമ്മുടെ ചർച്ചിൽ ആലുവായിൽ നിന്ന് വരുന്ന ജേക്കുട്ടി ചായ വന്നിട്ടുണ്ടോ? ഇല്ല. ജേക്കുട്ടി ചായൻ്റെ മകളുടെ കല്യാണത്തിന് ഞാൻ എൻ്റെ കാറും ആയിട്ട് മണവാട്ടിയും കൊണ്ടുപോയി. ആ വണ്ടി ആക്സിഡൻ്റായി. ആർക്കും ഒന്നും പറ്റിയില്ല. പക്ഷേ പ്രൈസ് ഗോഡ്, അന്നത്തെ ഏറ്റവും നല്ല കാറാണ് NE 118. എറണാകുളത്താകെ 10-12 കാറില്ല. NE 118 10-12 കാറേ ഉള്ളൂ. വെള്ള കളറിൽ നല്ല ഭംഗിയുള്ള ഷേപ്പുള്ള പ്രൈസ് ഗോഡ് അനുഗ്രഹിക്കപ്പെട്ടൊരു വണ്ടി. പക്ഷേ അത് കയറി അങ്ങ് ഇടിച്ച് അതിൻ്റെ സകല ഷേപ്പും അങ്ങ് പോയി. ഫ്രണ്ടിലെ ഗ്രില്ല് തൊട്ട് റേഡിയേറ്റർ തൊട്ട് ഫാൻ വരെ അങ്ങ് തകർന്നു പോയി. ഡോറൊക്കെ പുറകോട്ട് കയറി അങ്ങ് ഇരുന്നു. ബോഡി പുറകോട്ട് വലിഞ്ഞു. എല്ലാം കൂടെ അതിൻ്റെ മൊത്തം അതിൻ്റെ ഷേപ്പ് പോയി. പ്രൈസ് ഗോഡ്. ഞാൻ ദൈവസന്നിധിയിലിരുന്നു. എന്തുകൊണ്ടാണ് എൻ്റെ വണ്ടി ഇടിച്ചത്? ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞില്ല, തിരുവല്ലായിൽ കടപ്ര എന്ന സ്ഥലത്ത് എനിക്ക് പരിചയമുള്ള ഒരു സഹോദരി, അവിടെ നിന്ന് ഒരാളെ, അന്ന് അദ്ദേഹം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടി ഡയറക്ടറാണ്, PM വർഗീസ്, വിശ്വാസിയാണ്. ആ മനുഷ്യനോട് എൻ്റെ വീട്ടിൽ പറഞ്ഞു വിട്ട് അറിയിച്ചു, പാസ്റ്ററുടെ വണ്ടി ഇടിച്ചത് ഇന്ന കാരണത്താലാണ്.
ബ്രേക്ക് പോയതല്ല, ടയർ പൊട്ടിയതല്ല, നിൻ്റെ മുമ്പേ വന്ന പുറകെ ചവിട്ടിയിട്ട് എനിക്ക് ചവിട്ടിയപ്പോൾ ബ്രേക്ക് കിട്ടാഞ്ഞതാണ് കാര്യം. എൻ്റെ മുമ്പേ പോയ മുമ്പിലത്തെ വണ്ടിയുടെ മുമ്പിൽ ഒരു പോസ്റ്റ് ഒടിഞ്ഞ് വീണു. എങ്ങനെ വീണു? അതിനെതിരെ വന്നൊരു വണ്ടി ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് പോസ്റ്റ് മടങ്ങി വീണു. പോസ്റ്റ് മടങ്ങി വീണപ്പോൾ എൻ്റെ മുമ്പിൽ പോയ വണ്ടി ചവിട്ടി, അതിൻ്റെ പുറകിൽ പോയ വണ്ടി ചവിട്ടി, മൂന്നാമത്തെ ഒരു ജീപ്പായിരുന്നു, അതും ചവിട്ടി. പക്ഷെ ഞാനിതൊന്നും കണ്ടില്ല. ഞാൻ 70 കിലോമീറ്റർ സ്പീഡിൽ ഈ മൂന്നാമത്തെ ജീപ്പിൻ്റെ പുറകിൽ പോയി അങ്ങ് കയറി. അവനൊരു കുഴപ്പം പറ്റിയില്ല, അവൻ്റെ ഫുട് റെസ്റ്റ് പോലും കേടായില്ല, അവൻ കൂളായിട്ട് ഓടിച്ചുകൊണ്ട് പോയി. എൻ്റെ വണ്ടി തകർന്നു പോയി. എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ദൈവസന്നിധിയിൽ പരിശോധിച്ചാൽ ദൈവം നിനക്ക് അറിയിച്ചു തരും. പ്രൈസ് ഗോഡ്. ദൈവത്തിൽ ഇരിക്കണം, ഉപവസിച്ചിരിക്കണം, പ്രാർത്ഥിച്ചിരിക്കണം. ചാട്ടവും ബഹളവും ചിരിയും കളിയും എല്ലാം നിർത്തിവെക്കണം. രട്ടുടുത്ത് ദൈവത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അനുതപിച്ചിരിക്കണം. നമ്മുടെ നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടെടുക്കാനാണ് നമ്മളിരിക്കുന്നത്. അനുതപിച്ചിരിക്കണം. ഇരുന്നു ദൈവം സംസാരിച്ചു. വേദപുസ്തകം വായിച്ചാൽ ഹല്ലേലൂയ, ദാവീദിന് മനസ്സിലായില്ല. ദാവീദ് ഇരുന്നു, നാഥാൻ പ്രവാചകനെ അയച്ച് ദൈവം സംസാരിച്ചു. നീ ദൈവസന്നിധിയിലിരിക്കുക. ഒന്നുകിൽ ദൈവവചനത്തിൽ കൂടെ ദൈവം സംസാരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും അയച്ച് സംസാരിക്കും. എന്തിനാണെന്നറിയാമോ? എന്തുകൊണ്ടാണ് എൻ്റെ വഴികൾ അടഞ്ഞു കിടക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ മാർഗം, എന്തുകൊണ്ടാണ് ഞാൻ തൊട്ടത് ശരിയാകാത്തത്? ഇങ്ങനെ പോകാനുള്ളവരല്ല നമ്മൾ. പ്രൈസ് ഗോഡ്. ഞാനിന്ന് രാവിലെ പറഞ്ഞത്, പലപ്പോഴും നമ്മൾ കഷ്ടം അനുഭവിക്കുന്നത് നമ്മുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാണ്. അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ഏറ്റെടുക്കണം. ഏതായാലും ഒരു കാര്യം പറയാം. ദരിദ്രനായിട്ട് 80 വയസ്സ് വരെ ജീവിച്ച് ഹല്ലേലൂയ ഒന്നുമില്ലാത്തവനായി മരിക്കുന്നതിനേക്കാൾ ഭേദം മര്യാദക്ക് ജീവിച്ച് പോകുന്നതല്ലേ. പ്രൈസ് ഗോഡ്. എന്നാൽ അങ്ങോട്ടൊരു SMS എനിക്ക് വന്നു. ദരിദ്രനായിട്ടൊരു മനുഷ്യൻ ജനിച്ചാൽ അവൻ്റെ കുറ്റമല്ല, പക്ഷേ ദരിദ്രനായിട്ട് മരിച്ചാൽ അവൻ്റെ കുഴപ്പമാണ്. ദരിദ്രനായിട്ടൊരു മനുഷ്യൻ ജനിച്ചാൽ അവൻ്റെ കുറ്റമല്ല, പക്ഷെ അവൻ ദരിദ്രനായിട്ട് മരിക്കുകയാണെങ്കിൽ അവൻ്റെ കുഴപ്പമാണ്. ഇന്ന് പകല്, ഇന്ന് രാത്രി ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ പരിശോധിക്കുന്നൊരു രാത്രിയാകട്ടെ. എവിടെയാണ് ചോർച്ച സംഭവിക്കുന്നത്? എവിടെയാണ് കൃപ ചോരുന്നത്? എവിടെയാണ് എൻ്റെ അനുഗ്രഹം പോകുന്നത്? എവിടെയാണ് എൻ്റെ ഉയർച്ച തടയുന്നത്? എവിടെയാണ് എൻ്റെ വർധനവ് തടയുന്നത്? യാക്കോബ് ഇസഹാക്ക് ദേശത്ത് വിതച്ചു, 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. ആ വാക്യം മുഴുവൻ വായിച്ച്. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവന് വർദ്ധിച്ച്, യഹോവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അടുത്തത്, അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഒരു ദൈവവൈതലെ, നിന്നെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ തോന്നണം. അതുപോലെ ദൈവത്തിന് നിന്നെ സഹായിക്കാൻ കഴിയും. എന്തുകൊണ്ട് അങ്ങനെ ദൈവം സഹായിക്കുന്നില്ല? പരിശോധിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ക്രമീകരിക്കേണ്ടതെല്ലാം അങ്ങ് ക്രമീകരിക്കണം. ദൈവത്തിന് മറ്റുള്ളവർ മുഴുവൻ പ്രാപിക്കുന്നതിനേക്കാൾ അധികം പ്രാപിക്കാൻ നിന്നെ യോഗ്യനാക്കാൻ കഴിയും. അപ്പം ഈ യബ്ബോക്ക് തീരത്ത് എത്തുമ്പോൾ യാക്കോബ് പറയുന്നു, ഒരു വടിയും കൊണ്ടാണ് ഞാൻ അക്കരെ പോയത്, 2 കൂട്ടമായിട്ട് തിരിച്ചു വന്നു. ഇനി രണ്ടാമത്തെ സമ്പത്ത് നമ്മൾ വായിച്ചതാണ് 6:11. ആവർത്തനം 6:11. നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും. നീ നിറയ്ക്കാതെ നിറയുന്ന സമ്പത്ത്. പ്രൈസ് ഗോഡ്. നീ നിറയ്ക്കാതെ നിറയുന്ന സമ്പത്ത്. അങ്ങനത്തെ ഒരു സമ്പത്തുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞത്. എൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. നമ്മൾ കിടന്ന് ഒത്തിരി കിളയ്ക്കേണ്ട ആവശ്യമില്ലെന്ന്. ഒറ്റ കൊത്തു കൊത്തിയാൽ മതി, അതിനകത്തൂടെ വരും ഉറവ. വരണം.
കഷ്ടപ്പെട്ടിങ്ങനെ നമ്മുടെ ജീവിതം പാഴാക്കല്ലേ. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാനുണ്ട്. നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച്, വിടേണ്ടത് വിട്ട്, ദൈവത്തെ സേവിക്കാൻ തീരുമാനിച്ച് ഇറങ്ങിയാൽ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ 12-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 1-ാം വാക്യം. യഹോവ അബ്രാമിനോട് അരുളിച്ചതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പ്രൈസ് ഗോഡ്. അതിനകത്ത് കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നാണെന്നറിയാമോ? നിന്റെ ദേശത്തെ, നിന്റെ ചാർച്ചക്കാരെ, നിന്റെ പിതൃഭവനത്തെ. ആമേൻ. അതിനകത്ത് ആ നിന്റെ എന്ന് മാത്രം സ്ട്രെസ് ചെയ്താൽ മതി. ചാർച്ചക്കാരെ വിടാനോ ദേശത്തെ വിടാനോ പിതൃഭവനത്തെ വിടാനോ എല്ലാവരെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിൻ്റേതെന്ന് പറഞ്ഞ് ചിലത് പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് വിടണം. പ്രൈസ് ലോർഡ്. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി പിടിച്ചു വച്ചിരിക്കുന്നത് അങ്ങ് വിടണം. എന്തിനാണെന്നറിയാമോ? യഹോവ എൻ്റെ സമ്പത്താകുന്നു. നമ്മൾ വായിക്കുമ്പം ലേവി ഗോത്രത്തിന് ഒരു സമ്പത്തും കൊടുത്തില്ല. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് അവരുടെ അവകാശം, ഞാനാണ് അവരുടെ അവകാശം. ഈ ദൈവം നമ്മുടെ അവകാശമാണ്. അതുകൊണ്ട് അബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാം വാക്യം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറേ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ദൈവം വിളിച്ചു, അബ്രഹാം ഇറങ്ങി. നിന്റെ പിതൃഭവനത്തെയും നിന്റെ മിത്രങ്ങളെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ ദേശത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ചിലത് വിടണം, ചിലതിലോട്ട് പോകണം. ഇത് രണ്ടും നടക്കണം. യു ഹാവ് ടു ലീവ് സംതിങ് ആൻഡ് യു ഹാവ് ടു get attached with something. You have to flee from something. You have to follow something. പക്ഷെ പലപ്പോഴും നമുക്ക് ഇത് നഷ്ടമാണെന്ന് തോന്നും. ദൈവത്തിന് വേണ്ടി ഇന്നതൊക്കെ ചെയ്താൽ നഷ്ടമാണെന്ന് തോന്നും. പക്ഷേ പ്രൈസ് ഗോഡ്, പൗലോസ് പറഞ്ഞതുപോലെ എന്നെക്കൊണ്ട് നിങ്ങളെക്കൊണ്ട് ദൈവം പറയിപ്പിക്കും. എനിക്ക് ലാഭമായതൊക്കെ ഞാൻ ഛേദമെന്നെണ്ണി. പ്രൈസ് ഗോഡ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്നെണ്ണി. പ്രൈസ് ഗോഡ്. ഇപ്പോഴും എണ്ണുക. പക്ഷേ ഹല്ലേലൂയ, പൗലോസേ നിനക്ക് നഷ്ടം വന്നോ? പൗലോസ് പറയും, ഇല്ല, എനിക്ക് ലാഭമായി തീർന്നു. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് വേണ്ടി ചിലവാകുമ്പോൾ, ദൈവത്തിന് വേണ്ടി നമ്മൾ കർത്താവ് നിലകൊള്ളുമ്പോൾ നഷ്ടമില്ല, അത് ലാഭമാക്കി മാറ്റുന്നൊരു ദൈവമാണ്. പ്രൈസ് ഗോഡ്. അപ്പം നീ നിറയ്ക്കാത്ത സകല സമ്പത്തും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് നിനക്ക് തരാൻ ദൈവത്തിന് സാധിക്കുമെന്ന്. ഇനി മൂന്നാമത്തെ സമ്പത്ത്, 33-ാം അധ്യായം, ആവർത്തനം 24. ആസേറിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആസേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. മതി. ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. മൂന്നാമത്തെ സമ്പത്ത് പുത്രസമ്പത്ത്. ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നിൻ്റെ തലമുറ നിനക്കൊരു സമ്പത്താണ്, ഒരു ബാധ്യതയാകത്തില്ല. ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് എവിടെയെങ്കിലും ശത്രു പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ തലമുറയുടെ നന്മ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ നിനക്കത് തിരിച്ചു പിടിക്കാനുള്ള അവകാശമുണ്ടെന്ന് മനസ്സിലാക്കണം. അതിനെന്ത് ചെയ്യണം? ദൈവസന്നിധിയിരിക്കണം. ഈ ഒരൊറ്റ പ്രശ്നത്തിനങ്ങിരിക്കണം. മനസ്സിലായോ? ഈ സമ്പത്തിൻ്റെ ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം. അത് തൊട്ടാൽ തൊട്ടവനെ വെറുതെ വിടരുത്. നീ അത് തിരിച്ചു പിടിക്കത്തക്കവണ്ണം ദൈവസന്നിധിയിരിക്കണം. പിശാചിൻ്റെ പരിപാടി വിലയുള്ളത് കള്ളം കയറിയാൽ കൊണ്ടുവന്ന് എന്തുവാ? അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമല്ലാതെ ദുഷ്ടൻ വരുന്നില്ല. അപ്പോൾ പിശാചിൻ്റെ പരിപാടി നിൻ്റെ നന്മകളെ മോഷ്ടിക്കാനാണ്, നിന്നെ മുടിക്കാനാണ്. വിട്ടുകൊടുക്കരുത്, സമ്മതിക്കരുത്, ഒരു വിധത്തിലും സമ്മതിക്കരുതെന്ന്.
പ്രൈസ് ഗോഡ്. അങ്ങനെ നിന്നാൽ തിരിച്ചു പിടിക്കാം. ദൈവവചനം മുഴുവൻ വായിച്ചു നോക്കി. ദാവീദ് സകലത് നഷ്ടപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ദൈവസന്നിധിയിരുന്ന് ഏഫോദ് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? നീ പിന്തുടര്, നിശ്ചയമായി എത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. 2 ശമൂവേൽ 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 2 ശമൂവേൽ 1-ാം അധ്യായം 1-ാം വാക്യം. ശൗൽ മരിക്കുകയും ദാവീദ് അമാലേക്യരെ സംഹരിച്ച് മടങ്ങി വന്ന് സിക്ലാഗിൽ 2 ദിവസം പാർക്കുകയും ചെയ്ത ശേഷം 3-ാം ദിവസം ഒരാൾ വസ്ത്രം കീറിയും തലയിൽ പൂഴി വരിയിട്ടും കൊണ്ട് ശൗലിന്റെ പാളയത്തിൽ നിന്ന് വന്നു ദാവീദിന്റെ അടുക്കലെത്തി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് അവനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോരുകയാകുന്നു എന്നവൻ പറഞ്ഞു. അവൻ ആരാന്നറിയാമോ? പ്രൈസ് ഗോഡ്. അവൻ ആരാണെന്ന് 8-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രൈസ് ഗോഡ് 8-ാം വാക്യം. നീ ആരെന്ന് അവൻ എന്നോട് ചോദിച്ചതിന് ഞാൻ ഒരു അമാലേക്യൻ എന്നുത്തരം പറഞ്ഞു. അവൻ എന്നോട്, നീ അടുത്തു വന്ന് എന്നെ കൊല്ലണം, എന്റെ ജീവൻ മുഴുവനും എന്നിലിരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. എൻ്റെ ജീവൻ മുഴുവൻ എന്നിലിരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആരത് പറഞ്ഞെന്നറിയാമോ? ശൗല്. അവസാനം ശൗലിനെ കൊന്നത് ആരാന്നറിയാമോ? അമാലേക്യൻ. ശൗലിനോട് വ്യക്തമായി പറഞ്ഞു, നീ ചെന്ന അമാലേക്യരെ നിർമൂലമാക്കി കളക. യഹോവയ്ക്ക് അമാലേക്യനോട് തലമുറയായ യുദ്ധമുണ്ട്. പക്ഷെ ശൗലത് കേട്ടില്ല. എവിടെ വെച്ച് പറഞ്ഞാന്നറിയാമോ? പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം. പുറപ്പാട് 17. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യം. റെഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹ്റോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. പ്രൈസ് ഗോഡ്. അപ്പൊ ജയം എന്തിനെ ആശ്രയിച്ചാണ് നിന്നത്? മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്കർ ജയിക്കും. ഇന്ന് രാത്രി മോശ എങ്ങോട്ടാണ് കൈ ഉയർത്തിയത്? സ്വർഗത്തിലെ ദൈവത്തിങ്കിലേക്ക്. ഇന്ന് രാത്രി നിന്റെ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിയാൽ അപ്പോൾ നിനക്ക് ജയം കാണാൻ സാധിക്കും. മനസ്സിലായോ? ഇന്ന് രാത്രി തോറ്റുകിടക്കുന്ന വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടാനല്ല ഞാനിത് പറഞ്ഞത്. നീ കുന്നിൻ്റെ മുകളിൽ കയറണം. വായിച്ച എവിടെ എന്ത് ചെയ്തു? എന്നോട് വായിച്ച തുടക്കം. റെഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിന്റെ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സാധിക്കുമോ? ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് കുന്നിൽ കയറി നിൽക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ കൈ അവിടെ നിന്ന് ഉയർത്തുന്ന നിമിഷത്തിൽ ജയം ആരംഭിക്കും. പ്രൈസ് ഗോഡ്. ഞാൻ വേദപുസ്തകത്തിലെ ചരിത്രമാണ് നിങ്ങളോട് പറഞ്ഞത്. ഇസ്രായേൽ തോക്കുന്നത് കണ്ട് നിൽക്കാൻ നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്റെ ജനം തോൽക്കുന്നത് കണ്ട് നിൽക്കാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നീ കുന്നുമ്മൽ വെറുതെ കയറിയാൽ പോരാ, വടിയും പിടിച്ചുകൊണ്ട് നിന്നാൽ പോരാ, കൈ ഉയർത്തണം. പ്രൈസ് ഗോഡ്. കൈ ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു ആക്ഷനാണ്. നിന്റെ കൈ ശത്രുവിൻ്റെ നേരെ ദൈവത്തിലേക്ക് ഉയർത്തുന്ന നിമിഷം ശത്രു താഴെ വീഴാൻ തുടങ്ങും. ഇന്ന് രാത്രി വിശ്വാസത്തിൽ ചില കാര്യങ്ങൾ ഉയരട്ടെ. നിനക്കെതിരായി നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന, നീ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് വന്ന് നിന്നോട് യുദ്ധം ചെയ്യുന്ന അമാലേക്യരുടെ മേൽ നിന്റെ കരം ഉയരണം. പ്രൈസ് ഗോഡ്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ വായിച്ചേ, മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ല് എടുത്തു വെച്ചു. അവൻ അതിന്മേലിരുന്നു. അഹ്റോനും ഹൂരും ഒരുത്തിനിപ്പുറത്തും ഒരുത്തിനപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി. അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു.
യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. എപ്പോഴാ തോൽപ്പിച്ചത്? മോശയുടെ കൈ ഉയർന്നിരുന്നപ്പോൾ മോശയ്ക്ക് തന്നെത്താനെ കയറി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റാതെ വന്ന് കൈക്ക് ഭാരം തോന്നിയപ്പം ഹൂരും അഹരോനും കൂടെ എന്ത് ചെയ്തു? ഒരു കല്ലെടുത്തുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, ഇവിടെ ഇരുത്തി. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? മോശയുടെ ഒരു കൈ അഹരോൻ പൊക്കി പിടിച്ചു, ഒരു കൈ ഹൂരും പൊക്കി പിടിച്ചു. ആ കൈ ഉയർന്നിരിക്കുന്നിടത്തോളം കാലം ജയിക്കുമെന്നവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം കുടുംബത്തിനകത്തൊരൈക്യത വേണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അത് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കപ്പലണ്ടി ചുട്ടു തിന്നാനുള്ള ഐക്യതയല്ല, പ്രാർത്ഥിക്കാനുള്ള ഐക്യത. ഹോട്ടലിൽ പോകാനുള്ള ഐക്യതയല്ല, ബർത്ത്ഡേ ഘോഷിക്കാനുള്ള ഐക്യതയല്ല, പ്രൈസ് ഗോഡ്. സേമിയ പായസം ഉണ്ടാക്കി കുടിക്കാനുള്ള ഐക്യതയല്ല, ടൂറ് പോകാനുള്ള ഐക്യതയല്ല. ഇവിടെയൊക്കെ എന്തൊരു ഐക്യമെന്നറിയാമോ? വല്ല കുഴപ്പമുണ്ടോ? എല്ലാവരും യുനാനിമസ് ഡിസിഷനാണ്. നമുക്ക് ഈ വെക്കേഷന്, ക്രിസ്മസ് വെക്കേഷൻ ഇപ്പോഴേ പ്ലാൻ ഇട്ടിരിക്കുക ടൂർ പോകാൻ. എല്ലാവർക്കും സന്തോഷമാണ്. ആ ഐക്യത അല്ല ഞാൻ പറഞ്ഞത്. ഐക്യത വേണം, പൊക്കോ. ഞങ്ങളും പ്രൈസ് ഗോഡ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ എല്ലാ വർഷവും ഇന്ത്യയിൽ പോകാവുന്ന എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും പോയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. പിള്ളേർക്ക് പ്ലെയിൻ കയറണമോ പ്ലെയിനെ പോയിട്ടുണ്ട്, ട്രെയിൻ കയറണമോ ട്രെയിനെ പോയിട്ടുണ്ട്, കാറിൽ പോകണോ കാറിൽ പോയിട്ടുണ്ട്, സ്കൂട്ടറിൽ പോകണോ സ്കൂട്ടറിൽ പോയിട്ടുണ്ട്, നടന്നു പോകണോ നടന്നു പോകും. ഏത് വിധത്തിലും പിള്ളേരുടെ ഇഷ്ടത്തിന് ഞങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്കൊരു ദുഃഖവുമില്ല. പിള്ളേരൊക്കെ അമേരിക്കയിലും അവിടെ ഒരുത്തൻ ആസ്ട്രേലിയയിലായിരുന്നു. ഞങ്ങൾക്കൊരു ദുഃഖമില്ല. അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കാലത്ത് നന്നായിട്ട് ജീവിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ മക്കൾ കൂടെ ഉള്ളപ്പം ജീവിക്കാൻ മറക്കരുത്. അവർ വളർന്ന് പ്രായമായി കഴിയുമ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചില ഓർമ്മകൾ നിങ്ങൾ കൊടുത്ത ആമേൻ പ്രൈസ് ഇറച്ചിയും മീനും മുട്ടയും എന്നല്ല അവരെ ഓർക്കുന്നത്, നിങ്ങളോടൊപ്പം കൈക്ക് പിടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ നടന്ന ചില സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ അവരുടെ ജീവിതത്തിലുണ്ടാവും. കുഞ്ഞുങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് പോകാൻ കഴിവില്ലാത്തപ്പം അവരെ ചില സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ അപ്പനും അമ്മയ്ക്കും കഴിഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കാനൊന്നും കാണത്തില്ല. ഞാൻ ചോദിക്കുന്നത്, എത്ര പേര് നിങ്ങളുടെ മക്കളെ, ലോകത്തിൻ്റെ മഹാത്ഭുതങ്ങളിൽ ഒന്ന് ഇന്ത്യയിലുണ്ട്, താജ്മഹൽ. എത്ര പേര് മക്കളെ കൊണ്ട് അത് കാണിച്ചിട്ടുണ്ട്? ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്ഥാനം പിടിച്ച റെഡ് ഫോർട്ട് നിങ്ങളുടെ മക്കൾ കാശിലാഞ്ഞിട്ടാണോ? മക്കൾ കണ്ടിട്ടുണ്ടോ? മക്കളാകെ പാലാരിവട്ടം മുതൽ ആലുവ വരെയുള്ള ഫെസിലിറ്റി വരെയുള്ള വഴിയല്ലാതെ വേറെ വല്ലതും കണ്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത്, ദൈവമക്കളൊരു കാര്യം മനസ്സിലാക്കണം. പള്ളി പ്രാർത്ഥന, പള്ളി പ്രാർത്ഥന, പള്ളി പ്രാർത്ഥന, സ്കൂള് കോളേജ് ജോലി പ്രാർത്ഥന, സ്കൂള് കോളേജ് കച്ചവടം പ്രാർത്ഥന. ഇങ്ങനത്തെ ഒരു വലയത്തിൽ കിടന്ന് കറങ്ങി കറങ്ങി ലാസ്റ്റ് വലയവും പോകും, എല്ലാം പോകും. കുഞ്ഞുങ്ങൾ കൂടെ ഉള്ള സമയത്ത് പ്രൈസ് ഗോഡ് അവരുമായിട്ട് സന്തോഷമുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകണം. ഏറ്റവും കുറഞ്ഞത് ചെറായി ബീച്ചിലെങ്കിലും ഒന്ന് തുടങ്ങ്. ഞാനൊരു കാര്യം പറയാം, പന്നി, പശു, പോർക്ക്, പോത്ത്, ഇതിനൊക്കെ കെട്ടിയിട്ട് തീറ്റ മാത്രം കൊടുത്താൽ മതി. പിണ്ണാക്കും കാടിയും ഉണ്ടെങ്കിൽ ഹാപ്പിയാണ്. പക്ഷെ മനുഷ്യരങ്ങനെയല്ല. പിള്ളേർക്ക് കുറേ വേവിച്ച് വെച്ച് കൊടുത്തുകൊണ്ട് കാര്യമില്ല, ഏറ്റവും നല്ല ഡ്രസ്സ് മേടിച്ച് കൊടുത്തുകൊണ്ട് കാര്യമില്ല. അതിനേക്കാൾ കുറച്ചുകൂടെ ചില കാര്യങ്ങളുണ്ടെന്ന് കുടുംബജീവിതത്തിൽ ഇത് മനസ്സിലാക്കുന്നത് നല്ലത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. ഇതിനൊക്കെ ഐക്യതയുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഈ ഐക്യതയ്ക്ക് അപ്പുറത്തൊരു ഐക്യതയുണ്ട്. എന്നാണെന്നറിയാമോ? ഇന്ന് രാവിലെ എൻ്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ, എൻ്റെ ബിസിനസ്സിൽ വന്ന തോൽവികൾ, എൻ്റെ ജോലിയിൽ വന്ന പരാജയങ്ങൾ, ഞാൻ വിചാരിച്ച പല കാര്യങ്ങളിലും വന്ന പരാജയങ്ങൾ, ഇത് കണ്ടു നിൽക്കാനല്ല, നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ മോശ കുന്നിൻ്റെ മുകളിൽ കയറണം. അഹരോനും പ്രൈസ് ഹൂരും അവൻ്റെ കൈ താങ്ങിക്കൊണ്ടിരുന്നത് പോലെ വീട്ടുകാരെല്ലാം കൂടെ കൈ താങ്ങി പ്രാർത്ഥിക്കാനിടയായാൽ ഇന്ന് രാത്രി മാറ്റം വരും. ഇന്ന് രാത്രി മാറ്റം വരും. നിൻ്റെ കുടുംബത്തിലെ തകർച്ചകളെ മാറ്റാൻ കഴിവുള്ള ഒരു ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി കുന്നിന്മേൽ കയറി പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്നു മുതൽ മാറ്റം വരും. പ്രൈസ് ഗോഡ്. പക്ഷെ വെറുതെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ദൈവത്തിൻ്റെ വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ദൈവം നടത്തുന്ന വിധങ്ങളെ മനസ്സിലാക്കി ദൈവവചനപ്രകാരം നിൽക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കുക, മാറ്റം ഉണ്ടാവും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം ഈ അമാലേക്യരെ ദൈവത്തിന് സ്തോത്രം ജീവിതത്തിൽ ദൈവത്തിന് 2 ശമൂവേൽ 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ? എപ്പോഴാ ചോദിച്ചെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. 17-ാം വാക്യം ഒന്ന് വായിച്ചാലാണ്
അതെപ്പോഴാണെന്ന് മനസ്സിലാകുന്നത്. എന്നാൽ ദാവീദിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തുവെന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യർ ഒക്കെയും ദാവീദിനെ പിടിപ്പാൻ വന്നു. ഫെലിസ്ത്യർ കേട്ടു ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തു. അത് കേട്ടപ്പം ഇസ്രായേൽ വന്ന് ഫെലിസ്ത്യർ വന്ന് പിടിക്കാനായിട്ട് അടുത്തു. നിനക്കൊരു നന്മ വരുന്നു എന്ന് കേട്ടാൽ ആ നിമിഷം ശത്രു അടുത്ത് വരും. മനസ്സിലായിക്കൊണ്ട് എന്തെങ്കിലും ഒരു നന്മ വരുമ്പോൾ ശത്രു അടുത്ത് വരും. എന്ത് ചെയ്തോണം? അടുത്ത വാക്യം. ദാവീദ് അത് കേട്ടിട്ട് ദുർഗത്തിൽ കടന്ന് പാർത്തു. ദാവീദ് ഇപ്പം രാജാവായിട്ട് എവിടെ പോയി പാർത്തു? പണ്ട് രാജാവ് ആകുന്നതിന് മുമ്പ് എൻഗതി മരുഭൂമിയിലും പ്രൈസ് കോഡ് അതുല്ലാം ഗുഹയിലും ഒക്കെ പാർത്തിട്ടുണ്ട്. ഇപ്പം ദുർഗത്തിൽ കടന്ന് പാർത്തു. കോട്ടയ്ക്കകത്ത് കയറി വാതിലടച്ചെന്ന് വായിച്ചു. ഫിലിസ്ത്യർ വന്ന് റെഫായിം താഴ്വരയിൽ പരന്നു. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ? അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. പുറപ്പെടുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് യഹോവ ദാവീദിനോട് അരുളിച്ചെയ്തു. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ജീവിതത്തിൽ ഫെലിസ്ത്യർ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോഴാണ് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ചോദിക്കണം, ഞാൻ എന്ത് ചെയ്യണം? ഫെലിസ്ത്യർ നിന്നെ വളഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് കയറി കോട്ടയടച്ചിരിക്കാനല്ല, അവിടെ ഇരുന്ന് പ്രാർത്ഥനയോടെ ദൈവത്തോട് ചോദിക്കണം, വേർ ഈസ് ദ ട്രബിൾ, വാട്ട് ഈസ് ദ റീസൺ, വാട്ട് ഈസ് ദ സൊല്യൂഷൻ. ഈ ദൈവം ജീവനുള്ള ദൈവമാണ്. ദൈവത്തിന് ഇത് പറഞ്ഞുതരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എങ്ങനെ തട്ടിമുട്ടി പോയാൽ മതിയെന്ന് വിചാരിക്കല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞു രാജകീയ പുരോഹിത വർഗം, റോയൽ പ്രീസ്റ്റ്ഹുഡ്. അതിന് തക്കവണ്ണമുള്ള ഒരു ജീവിതം ദൈവം നമ്മൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. തട്ടിമുട്ടി പോയാൽ പോരാ. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കണം, വിശുദ്ധിയിൽ, വേർപാടിൽ, കൃപയിൽ. പ്രൈസ് ഗോഡ്. ഇനി അങ്ങനെ ദൈവത്തിന് സ്തോത്രം, അമാലേഖ്യരുമായി യുദ്ധം ചെയ്ത പ്രൈസ് ഗോഡ് ശൗല് നശിച്ചു പോയപ്പോൾ ദാവീദ് ജയിച്ചതിൻ്റെ കാരണം എന്നറിയാമോ? ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു. അപ്പം ദൈവസന്നിധിയിൽ അരുളപ്പാട് ചോദിക്കുന്നൊരു ജീവിതത്തിനോട് ദൈവം ഇന്നും സംസാരിക്കും. പ്രൈസ് ഗോഡ്. ഇനി നാലാമത്തെ സമ്പത്ത് 1 രാജാക്കന്മാർ 3:13. 1 രാജാക്കന്മാർ 3:13. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മതി. പ്രൈസ് ഗോഡ്. നേരമില്ലാത്തവനെ വിശദീകരിക്കുന്നില്ല. നീ അപേക്ഷിക്കാത്ത സമ്പത്ത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി തരാൻ കഴിവുള്ള ദൈവമെന്ന് പറയുമ്പോൾ ചോദിക്കാത്ത സമ്പത്ത് കൊണ്ട് നിറയ്ക്കും. നീ അപേക്ഷിക്കാത്ത സമ്പത്ത് ശലോമോന് കൊടുത്തതാണ്. പ്രൈസ് ഗോഡ്. അഞ്ചാമത്തേത് 2 ദിനവൃത്താന്തം 1:12. ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു. അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരും. ആർക്കും ലഭിച്ചിട്ടില്ലാത്ത, ആമേൻ, ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തത്, ഇതിന് ശേഷം ലഭിക്കാത്തത് നിനക്ക് തരും. അപ്പം അഞ്ചാമത്തെ സമ്പത്ത് ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്ത്. പ്രൈസ് ഗോഡ്. 6-ാം വാക്യം യോബ് 1:3. യോബ് 1:3. അവന് 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്ത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യോബിന് ഈ ഒരു വലിയ മൃഗസമ്പത്ത്. അപ്പം അടുത്ത സമ്പത്ത് 6-ാമത്തേത് മൃഗസമ്പത്ത്. ഇനി 7-ാമത്തേത് യോബിൻ്റെ 1:10. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? മതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 7-ാമത്തെ സമ്പത്ത് ചുറ്റും ദൈവം വേലി കെട്ടി പരിപാലിക്കുന്ന സമ്പത്ത്. രാത്രി ഞാൻ പറയട്ടെ, ദൈവമക്കളുടെ സമ്പത്തിന് ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ട്. നിൻ്റെ തലമുടി പോലും താഴെ വീഴാൻ അവനറിയാതെ സംഭവിക്കത്തില്ല. കാശിന് 5 കുരുകലിനെ വിൽക്കുന്നില്ലയോ നിങ്ങൾ അവയെക്കാളും വിശേഷതയുള്ളവർ. പ്രൈസ് ഗോഡ്. ഇനി 8-ാമത്തെ സമ്പത്ത് യോബ് 15:29. അവൻ ധനവാനാകുകയില്ല, അവന്റെ സമ്പത്ത് നിലനിൽക്കുകയില്ല. നമ്മൾ വായിച്ചു കേട്ടതുപോലെ നിലനിൽക്കാത്ത സമ്പത്ത്. ഇന്ന് രാത്രി നമുക്ക് വേണ്ടത് നിലനിൽക്കുന്ന സമ്പത്താണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 9-ാമത്തെ വാക്യം, അല്ല 9-ാമത്തേത് പ്രോവർബ് 8:18. 8:18. എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും
നീതിയുമുണ്ട്. പുരാതന സമ്പത്ത്. പ്രൈസ് ഗോഡ്. ഞാൻ ചേട്ടൻ നമുക്ക് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. 10-ാമത്തേത് പ്രോവർബ് 10:4. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു, ഉത്സാഹിയുടെ കയ്യോ സമ്പത്തുണ്ടാക്കുന്നു. ഉത്സാഹിയുടെ കയ്യോ സമ്പത്തുണ്ടാകുന്നു. അതൊന്ന് പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് ഉത്സാഹമുണ്ടോ, നിനക്ക് സമ്പത്ത് ദൈവം തരും. നിൻ്റെ കൈകളുടെ പ്രയത്നഫലം സാധ്യമാകത്തക്കൊണ്ട് ദൈവം അനുഗ്രഹിക്കും. ഇന്ന് അനേകർക്ക് അവൻ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയാണ് ഉത്സാഹം. ഏത് വിഷയത്തിലായാലും ഒരു ആത്മാർത്ഥത ഉണ്ടാകണം, ഉത്സാഹമുണ്ടാകണം. പ്രാർത്ഥനയോടെ, ഉത്സാഹത്തോടെ, നിരാശ കൂടാതെ നീ ഒരു കാര്യം ചെയ്തു നോക്കിയേ, ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ മേൽ വരും. ശപിച്ചോണ്ടും പ്രായിക്കൊണ്ടും ചെയ്യല്ലേ. ഇന്ന് അനേക വീടുകളിൽ അനുഗ്രഹം വരാത്ത കാരണം എന്നറിയാമോ? 5 പേരിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് വിചാരിക്കുക, 2 പ്രായിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പനും അമ്മയും മക്കളും കൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുക. അതിൽ 2 പ്രാർത്ഥിക്കാനും ഇഷ്ടവുമില്ല. വെറുതെ മെനക്കേട് പരിപാടി. ഇത് എപ്പോൾ തീരുന്നു? എല്ലാ ദിവസവും എന്തൊരു പാട്ടും പ്രാർത്ഥന, എന്നിട്ട് എന്ത് കിട്ടി? പ്രായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുമനപ്പെട്ട് ഈ ദൈവത്താലല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ലെന്ന് മനസ്സിലാക്കി ദൈവത്തോട് അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാനിടയായാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഉത്സാഹത്തോടെ, ഉദാസീനതയോടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ പാസ്റ്ററൊക്കെയാണ്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം വന്നാൽ ഉറക്കം നോക്കിയിട്ട് പ്രാർത്ഥിക്കത്തില്ല, കിടന്നുറങ്ങും. കുറച്ച് കഴിയുമ്പോൾ എഴുന്നേക്കും, ഉറക്കം തീർന്നിട്ട് എഴുന്നേക്കും, രാത്രി എഴുന്നേക്കും, പ്രാർത്ഥിക്കും. ഉറക്കം നോക്കിക്കൊണ്ട് ആമേൻ 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 സഹോദരൻ 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 എന്ന് പറഞ്ഞ് ഉറങ്ങുന്നതിനേക്കാൾ നല്ലത് ഉത്സാഹത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരെണ്ണം ഉറക്കം തൂങ്ങുകയാണെങ്കിൽ ഇപ്പോൾ കിടക്കാൻ പറഞ്ഞേക്കണം, അതിനെ വിട്ടേര്, താല്പര്യം ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ. പിന്നെ 2-ാമത്തെ കാര്യം, കുടുംബ പ്രാർത്ഥനയിൽ പിള്ളേരെ ഉറങ്ങുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? 11 മണിയാവും പ്രാർത്ഥനയ്ക്ക് ഉറങ്ങും. പഴയകാലത്ത് ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥന ഭക്ഷണത്തിന് മുമ്പാണ്. കാരണം വയറ് നിറഞ്ഞാൽ ഉറക്കം വരും. ഇപ്പോൾ തീറ്റ കൊടുത്ത് അടിച്ച് വീർപ്പിച്ചേച്ചും പ്രാർത്ഥന തുടങ്ങി എന്തോ കാര്യം? പിള്ളേരിരുന്ന് തുടങ്ങും, അപ്പൻ അപ്പുറത്തിരുന്ന് തുടങ്ങും, അമ്മ ഇപ്പുറത്ത്, കൊച്ചിപ്പുറത്ത്, എല്ലാം കൂടെ. ചിലതിനെയൊക്കെ പ്രാർത്ഥന കഴിഞ്ഞ് എടുത്തുകൊണ്ട് പോകണം, തന്നെ പോകത്തില്ല. ശാപമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരെണ്ണം കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ആ പ്രാർത്ഥനയുടെ അനുഗ്രഹം പോയി. വേദപുസ്തകം എടുത്തു വെക്കണം, പായും എടുത്തു വെക്കണം, ഇതിനെ എടുത്തു വെക്കണം, അനുഗ്രഹം പോയി. അപ്പോൾ എന്ത് ചെയ്യണം? ഇതുങ്ങളൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ്, മക്കളുള്ളൊരു കാര്യം, അതുങ്ങളൊക്കെ ഉറങ്ങുന്നതിന് നല്ല ചുറുചുറുക്കോടെ ഇരിക്കുമ്പം. അതുകൊണ്ടാണ് പഴയകാലത്ത് ഹിന്ദുക്കൾ പോലും വിളക്ക് വെച്ചാൽ പ്രാർത്ഥന തുടങ്ങും. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച പ്രാർത്ഥന തുടങ്ങും. അവർക്ക് അവരറിയാവുന്ന വിധത്തിലുള്ള പ്രാർത്ഥനയാണെന്ന് കുറ്റമൊന്നും പറയണ്ട, പക്ഷെ അവർ വിളിക്കുന്നുണ്ടല്ലോ. ഇത്രയും ജീവനുള്ള ദൈവത്തെ അറിയാവുന്ന ക്രിസ്ത്യാനി ഉറക്കം തൂങ്ങി വിളിക്കുന്നതിനേക്കാൾ എത്ര ഐശ്വര്യമായത്. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. എത്ര വീട്ടിലുണ്ട്? വെളുപ്പാങ്കാലത്ത് ഉണരുന്ന എത്ര വീടുണ്ട്? ദൈവമക്കളെ, ഉത്സാഹത്തോടെ. കുടുംബ പ്രാർത്ഥന പോലും അനുഗ്രഹത്തിന് പകരം നഷ്ടമായി മാറുന്നത് അതുകൊണ്ടാണ്. ദൈവപ്രവൃത്തി എന്ത് ചെയ്താലും ഉത്സാഹത്തോടെ ആയിരിക്കണം. നിൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണമോ നിൻ്റെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒന്നും വിഷയമല്ലെന്ന്. ഞാൻ ഇന്ന് രാവിലെ ഉപവാസമായിരുന്നു, ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. ഇവിടെ നിന്ന് ആരാധനയുടെ ഇടയ്ക്ക് വണ്ടി ഞങ്ങൾ 250 കിലോമീറ്റർ പോയി വന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് കയറി നിൽക്കുക. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല, രാവിലെ ഒന്നും കഴിച്ചില്ല. 4 മണിക്ക് ഒരു ചായ കിട്ടി, അത് കുടിച്ചതല്ലാതെ ഒന്നും കഴിച്ചില്ല. ഒരു പ്രശ്നമില്ല. ഇതൊന്നുമല്ല വിഷയം. നീ ദൈവത്തിൻ്റെ പരിപാടി നോക്കുമ്പോൾ അതിൻ്റെ പുറകൊരു ഉത്സാഹമുണ്ടാകണം. ഇന്ന് രാത്രി ഉത്സാഹിയുടെ കയ്യ് സമ്പത്തുണ്ടാക്കും. 11-ാമത്തെ സമ്പത്ത് 22-ാം വാക്യം, പ്രോവർബ് 10:22. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്ന സമ്പത്ത്. പ്രൈസ് ഗോഡ്. ഇനി പ്രോവർബ് 19:14. ഭവനവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേക്കുന്ന അവകാശം. പിതാക്കന്മാരിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത സമ്പത്ത്. പ്രൈസ് ഗോഡ്. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ചറിയാം. പിതാക്കന്മാരുടെ ഇന്ന് എന്തോരം ഉണ്ടായിരുന്നു, ഇപ്പോൾ വല്ലതും ഉണ്ടോ?
ഞങ്ങളുടെയൊക്കെ പറഞ്ഞു കേട്ടതനുസരിച്ച് ചെയിനല്ല, ഏക്കറേജ് അല്ല, ഇത്ര വരെ ഇത്ര മൈലായിരുന്നു, 1.5 മൈലോ 2 മൈലോ ആയിരുന്നു അതിർത്തിയുടെ നീളം. എന്താ പറഞ്ഞിട്ട് കാര്യം? വീതി 1/2 മൈലായിരുന്നു. എന്താ പറഞ്ഞിട്ട് കാര്യം? 10, 50, 100, 1000 ഏക്കർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 10, 50, 10, 20 സെൻറ്റേ ഉള്ളൂ. പിതാക്കന്മാരുടെ സമ്പത്ത് കൊണ്ട് നോക്കണ്ട, പോട്ടെ. സ്വർഗത്തിൽ ദൈവം നിനക്ക് സമ്പത്ത് തരാൻ പോവുക. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ ദൈവം എന്നെ സമ്പന്നനാക്കും? ദൈവം സമ്പന്നനാക്കണം, എന്നാലും നിലനിൽക്കത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഇനി 13ാമത്തെ സമ്പത്ത്, പ്രോവർബ് 24:4. പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയതും മനോഹരമായ സകല സമ്പത്തും. വിലയേറിയതും മനോഹരവുമായ സമ്പത്ത് പരിജ്ഞാനം കൊണ്ടുണ്ടാക്കുന്ന സമ്പത്ത്. പരിജ്ഞാനം കൊണ്ടുണ്ടാക്കുന്ന സമ്പത്ത് അത് വിലയേറിയതാണ്, അത് മനോഹരമാണ്. പ്രൈസ് ഗോഡ്. ഇനി 14ാമത്തെ സമ്പത്ത് സഭാപ്രസംഗം 5:13. സൂര്യന് കീഴെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട്, ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്ത്. ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്ത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഉടമസ്ഥൻ അനർത്ഥത്തിനായി സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്ത്. പ്രൈസ് ഗോഡ്. ഇനി യെശയ്യാ പ്രവചനം 60:5, 15ാമത്തെ. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും, സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ വരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. നിന്റെ അടുക്കൽ വരുന്ന ജാതികളുടെ സമ്പത്ത്. 16ാമത്തെ എസെക്കിയേൽ 27:34. ഇപ്പോൾ നീ സമുദ്രത്തിൽ നിന്ന് തകർന്നു പോയി നിന്റെ വ്യാപാര സമ്പത്തും. അടുത്തത് വ്യാപാര സമ്പത്ത്, ബിസിനസ്, ദ ഫോർച്യൂൺസ് ഓഫ് ദ ബിസിനസ്. ഇനി ഇത്രയും പഴയ നിയമത്തിലെ സമ്പത്തുകളായിരിക്കുമ്പോൾ പുതിയ നിയമത്തിലെ സമ്പത്തുകൾ കൊലോസ്യർ 2:2. അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും. പ്രൈസ് ഗോഡ്. വിവേകപൂർണതയുടെ സമ്പത്ത്. പ്രൈസ് ഗോഡ്. പുതിയ നിയമത്തിൽ അടുത്ത സമ്പത്ത്, ദൈവത്തിന്റെ സ്തോത്രം, എബ്രായർ 10:34. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. പ്രൈസ് ഗോഡ്. 19ാമത്തെ സമ്പത്ത് റെവലേഷൻ 18:16. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാരും. 18:16. അയ്യോ 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 മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർണ്ണവും കടുംചുവപ്പും ധരിച്ച പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ. 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയ സമ്പത്ത്. വേദവസനത്ത് 1 ദിവസം കൊണ്ട് നശിച്ചു പോയ സമ്പത്തുണ്ട്, 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയ സമ്പത്തുണ്ട്, ഒറ്റ സംഭവം കൊണ്ട് നശിച്ചു പോയ സമ്പത്തുണ്ട്, ഒറ്റ മഴ കൊണ്ട് നശിച്ചു പോയ സമ്പത്തുണ്ട്, ഒറ്റ കാറ്റ് കൊണ്ട് നശിച്ചു പോയ സമ്പത്തുണ്ട്. ഇതിനും നിലനിൽക്കുന്ന സമ്പത്തുകളല്ല. ഇനി റെവലേഷൻ 18:19, അതേ അധ്യായം 19ാം വാക്യം. അവർ തലയിൽ പൂഴി വരയിട്ടും കൊണ്ട്, അയ്യോ അയ്യോ കടലിൽ കപ്പലുള്ളവർക്കെല്ലാം തൻ്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ. സമ്പത്ത് നശിച്ചു, സമ്പത്ത് വർദ്ധിപ്പിച്ച നഗരവും നശിച്ചു 1 മണിക്കൂർ കൊണ്ട്. സമ്പത്തും പോകും, അതിൻ്റെ സോഴ്സും പോകും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ലോകത്തുള്ളവരുടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടാലും ലോകത്തിൽ നിന്നുള്ള സോഴ്സാണ് അവർക്ക്. എന്നാൽ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ സോഴ്സ് ലോകത്തിൽ നിന്നല്ല, സ്വർഗത്തിൽ ദൈവത്തിൽ നിന്നാണ്. ഇന്ന് രാത്രി നിൻ്റെ സമ്പത്തിനെ നശിപ്പിച്ചാലും സോഴ്സ് തൊടാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 1 മാസം മുഴുവനും തെങ്ങ് കയറിയിട്ട് അതിനകത്തുനിന്ന് 50 തേങ്ങ കത്തിച്ച് കളഞ്ഞാലും എടുത്തുകൊണ്ട് പോയാലും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, പേടിക്കണ്ട. അടുത്ത മാസം 500 കൂടുതലുണ്ടാകുന്നൊരു തെങ്ങുണ്ടെങ്കിൽ അല്ലേ? പ്രൈസ് ഗോഡ് ഇല്ലേ? അതുപോലെ നിൻ്റെ സമ്പത്ത് നശിപ്പിച്ചാലും
സമ്പത്ത് നിനക്ക് തരുന്ന ഒരു സോഴ്സ് ഉണ്ട്. ആ സോഴ്സ് എന്താണെന്ന് ഇപ്പോൾ നിശ്ചയിക്കാൻ സാധിക്കുമോ? ഇത് അബ്രഹാമിന് നിശ്ചയമുണ്ടായിരുന്നു. പുറപ്പാട് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി 14-ാം അധ്യായം 21-ാം വാക്യം. സൊദോം രാജാവ് അബ്രാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ആടുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രാം കൊടുത്ത മറുപടി, അതിന് അബ്രാം സൊദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യും. മക്കളെ, നിങ്ങളെ ഒരു കാര്യം ഉറപ്പാക്കിക്കോണം, ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ നിങ്ങളെ സമ്പന്നരാക്കിയെന്ന് പറയാൻ ഇട കൊടുക്കരുത്. ഒരൊറ്റ മനുഷ്യനുമല്ല എന്നെ സമ്പന്നനാക്കിയത്, അത് എൻ്റെ സ്വർഗത്തിലെ ദൈവമാണ് എന്നെ സമ്പന്നനാക്കിയത്. നീയാണ് എന്നെ സമ്പന്നനാക്കിയത്. സൊദോം രാജാവേ, നീ പറയാതിരിക്കാൻ ആമേൻ. അബ്രഹാം പറഞ്ഞു, നിൻ്റെ യാതൊരു സമ്പത്തും എനിക്ക് വേണ്ട. ഒടുവിൽ പറഞ്ഞു, ഒരു ഷൂലേസ് പോലും എനിക്ക് വേണ്ടെന്ന്. ആമേൻ. ചെരുപ്പിൻ്റെ വാറാകട്ടെ നിനക്കുള്ള യാതൊന്നും എനിക്ക് വേണ്ട. ഇന്ന് പകൽക്കാലം എൻ്റെ സമ്പത്ത് ദൈവമാണെന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? ഹല്ലേലൂയ. അതുകൊണ്ടുള്ള ഗുണം എന്നറിയാമോ? ആമേൻ. 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അബ്രഹാമിന് സോദോം രാജാവല്ല സമ്പന്നനാക്കേണ്ടത്, എൻ്റെ ദൈവം. അബ്രഹാമിൻ്റെ ദൈവം അവനെ സമ്പന്നനാക്കണം. ഇന്ന് രാത്രി നമ്മളിൽ ഭൗതികമായൊരു സോഴ്സ് എനിക്ക് വേണ്ട, എനിക്കെൻ്റെ ദൈവം ഒറ്റ സോഴ്സ് മതി, സ്വർഗീയമായൊരു സോഴ്സ് മതിയെന്ന് വിശ്വസിക്കുന്ന ഒരു കരം ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ എന്നോട് ചേർന്ന് ഒരു വരി പാട്ട് പാടി നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു. ചാവിനെ വെന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു. സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. വിശ്വാസത്തോടെ പാടാം. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. യേശുവല്ല